ഹലോ ഓൾ, ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഓൾറെഡി 2 പാർട്ട് സെറ്റ് എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 27 മുതലാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. സോ വിച്ച് കോമ്പിനേഷൻ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഐസോകോണ്ട് ഇസ് ട്രൂ? ഐസോകോണ്ടിനെ സംബന്ധിച്ച് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ? അപ്പോൾ നമുക്ക് ബേസിക്കലി എന്നാ വേണം? ഐസോകോണ്ട് എന്നതാന്നൊരു കോൺസെപ്റ്റ് വേണം, ഒരു ധാരണ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, ദ സ്ലോപ്പ് ഓഫ് ആൻ ഐസോകോണ്ട് അറ്റ് എനി പോയിന്റ് മെഷേഴ്സ് ദ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ which is equal to the ratio of marginal product of two factors. Option 2, the economic region of production is characterized by the positively sloped portion of the isocone that lie outside the ridge lines. Option 3, an isocone lying above and to the right of another isocone represents a lower level of output. And option 4, the convexity of an isocone to the origin reflects the assumption of diminishing marginal rate of technical substitution. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വന്നപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മറന്നുപോയി അല്ലേ? സ്വാഭാവികമാണ്, സംഭവിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ വിച്ച് കോമ്പിനേഷൻ, ഏത് കോമ്പിനേഷനാണ് ട്രൂ ആയിട്ടുള്ളത്? ഓക്കെ, ട്രൂ ആയിട്ടുള്ളത് ഏത് കോമ്പിനേഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തത് MRTSനെ വെച്ചിട്ടാണ്. സ്ലോപ്പ് ഓഫ് ആൻ ഐസോകോണ്ട് അറ്റ് എനി പോയിന്റ് മെഷേഴ്സ് ദ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ടു ഫാക്ടേഴ്സ്. ടു ഫാക്ടേഴ്സിന്റെ റേഷ്യോയ്ക്ക് തുല്യമായിട്ടുള്ള മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഐസോകോണ്ടിന്റെ സ്ലോപ്പിൽ ഏതെങ്കിലും പോയിന്റ് എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷനകത്ത് ഇക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പോസിറ്റീവ്ലി സ്ലോപ്ഡ് പോർഷൻ ഓഫ് ദ ഐസോകോൺ ദാറ്റ് ലൈ ഔട്ട്സൈഡ് ദ റിഡ്ജ് ലൈൻസ്. ഇവിടെ വന്നപ്പോൾ ഈ റിഡ്ജ് ലൈൻസ് എന്താ? റിഡ്ജ് ലൈൻസ് എന്താ? അതുകൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ റിഡ്ജ് ലൈൻസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഈ ഐസോകോണിൻ്റെ ഏരിയയിലുണ്ട്. അതായത് നമ്മൾ 2 ഗ്രാഫ് വരച്ചിട്ട് അതിനകത്ത് ഫീസിബിൾ സൊല്യൂഷൻ ഏതാണ് എന്ന് കാണിക്കുന്ന ഐസോകോണിൻ്റെ ഒരു ഗ്രാഫാണ് റിഡ്ജ് ലൈൻ എന്ന് പറഞ്ഞത്. അതായത് ഈ റിഡ്ജ് ലൈൻ തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പിന്നുള്ളതെന്ന് പറയുമ്പോൾ ഐസോകോൺ ലൈങ് എബവ് ടു ദ റൈറ്റ് ഓഫ് അനദർ ഐസോകോൺ റെപ്രസെൻറ്റ്സ് എ ലോവർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ശരിയാണോ? 100%. എവിടാ ശരി? അതായത് തന്നെ ഐസോകോൺ ലൈങ് എബവ് ടു ദ റൈറ്റ് ഓഫ് അനദർ ഐസോകോൺ റെപ്രസെന്റ് ലോവർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണോടാ? അല്ലടാ, ലോവർ ലെവലല്ല, ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. ദ കോൺവെക്സിറ്റി ഓഫ് ആൻ ഐസോകോൺ ടു ദ origin reflects the assumptions of diminishing marginal rate of technical substitution. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1ഉം 4ഉം മാത്രമാണ് ശരി എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും ദ കോൺവെക്സിറ്റി ഓഫ് ആൻ ഐസോകോൺ ടു ദ ഒറിജിൻ റിഫ്ലെക്ട്സ് അസംപ്ഷൻ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഇത് ക്ലിയർ തന്നെ ആയിരിക്കണം. കാരണം ഐസോകോണ്ടും ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ഇത് പഠിക്കാതെ എങ്ങനെയാണ് നമ്മളിവിടെ വരെ എത്തിയേ അല്ലേ? നിങ്ങളെല്ലാം മിടുക്കന്മാർ BEdും PGയും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സെറ്റ് എക്സാമിലേക്ക് വരിക. നിങ്ങളെല്ലാം മിടുക്കരല്ലേ? നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മൾ ചെറുതായിട്ടൊന്ന് മറന്നുപോയത്, നമുക്കൊന്നും പൊടിത്തൊട്ടെടുത്താൽ മതി. So question 28, arrange the following steps in the current logical sequence to describe how a perfectly competitive market adjusts from a short run state of positive economic profits to long run equilibrium. Option 1, new firms are attracted to the market and enter the industry. Existing firms earn positive economic profits. The market supply curve shifts to the right. The market price falls until it equals a മിനിമം ആവറേജ്. അതായത് ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ ദ കറക്റ്റ് ലോജിക്കൽ സീക്വൻസ് ടു ഡിസ്ക്രൈബ് ഹൗ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് അഡ്ജസ്റ്റ് ഫ്രം എ ഷോർട്ട് റൺ സ്റ്റേറ്റ് ഓഫ് പോസ്റ്റ്. അതായത് ഷോർട്ട് റണ്ണിൽ പ്രോഫിറ്റ് ഉണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. അപ്പോൾ അതിലേക്ക് ലോങ് റണ്ണിലോട്ട് പോകുമ്പോൾ, അതായത് ഷോർട്ട് റണ്ണിൽ നിന്ന് ലോങ് റണ്ണിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ ലോജിക്കലായിട്ട് കറക്റ്റായിട്ട് എഴുതി വെക്കാൻ പറ്റുക എന്നുള്ളതാണ് സീക്വൻസിൽ ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ വരുന്നത് ന്യൂ ഫേംസ് ആർ അട്രാക്റ്റഡ് ടു ദ മാർക്കറ്റ് ആൻഡ് എൻ്റർ ദ ഇൻഡസ്ട്രി. എക്സിസ്റ്റിംഗ് ഫേംസ് ആൻഡ് പോസിറ്റീവ് ഇക്കണോമിക് പ്രോഫിറ്റ്, അതായത് നിലനിൽക്കുന്നവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദ റൈറ്റ്. ദ മാർക്കറ്റ് പ്രൈസ് ഫോൾസ് അണ്ടിൽ ഇറ്റ് ഈക്വൽസ് ദ മിനിമം ആവറേജ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്, ഷോർട്ട് റൺ ആണ്. അപ്പോൾ പുതിയൊരു മാർക്കറ്റോ ഒരു ഫേമോ വരണമെങ്കിൽ അവിടെ എന്ത് വേണം? പ്രോഫിറ്റ് വേണം അല്ലേ? എവിടാ പ്രോഫിറ്റ്? ഇവിടെ പ്രോഫിറ്റ് വരുന്നത് എക്സിസ്റ്റിംഗ് ഫേംസ് ഏൺസ്
പോസിറ്റീവ് ഇക്കണോമിക് പ്രോഫിറ്റ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഫേംസ് പോസിറ്റീവ് ഇക്കണോമിക് ഫേം എന്നാ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് പുതിയ ഫേംസ് മാർക്കറ്റിലേക്ക് എത്തുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ മാറിപ്പോയി അല്ലയോ, ഐസോകോണ്ടിലെത്തി. ക്വസ്റ്റ്യൻ മാറിപ്പോയി, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, നമുക്ക് ശരിയാക്കാം. നമ്മൾ ഒത്തിരി അങ്ങ് മുന്നിലെത്തി. സോ അപ്പം എന്നാ നമ്മൾ പറഞ്ഞത്, ഓൾറെഡി എക്കണോമിയിൽ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് സെക്കൻഡ് സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രോഫിറ്റ് കണ്ട് എന്നാ പറ്റും, പുതിയ ഫേംസ് അവിടേക്ക് എൻ്റർ ആകും. പിന്നെ എന്നാ പറ്റുന്നത്, പുതിയ ഫേംസ് എൻ്റർ ചെയ്യുമ്പോൾ എന്നാ പ്രൊഡക്ഷൻ കൂടുന്നു, സപ്ലൈ കൂടുന്നു. അങ്ങനെ മാർക്കറ്റിൽ സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യും. ഈ മാർക്കറ്റ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരു പരിധി ഉണ്ടല്ലേ, നമ്മൾ മൊണോപ്പൊളി ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ തന്നെ ആകുമ്പോൾ എന്ത് പറ്റും, കൂടുതൽ ആളുകൾ വരുന്നു, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ മാർക്കറ്റ് പ്രൈസ് അവരുടെ മിനിമം ആവറേജ് ടോട്ടൽ കോസ്റ്റിന് തുല്യമായിട്ട് വന്ന് വീഴും അല്ലേ. അപ്പം നമുക്കൊരു അവിടെ വലിയ പ്രോഫിറ്റ് ഒന്നും നമുക്ക് ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പിനേഷനിൽ കിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത്, ഓക്കെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് 2, 1, 3, 4 എന്ന് പറയുന്നതാണ് ഇവിടെ ഓപ്ഷൻ വരുന്നത്. 2, 3, 2, 1, 3, 4. പക്ഷേ ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 2, 3, 2, 4, 1 ആണ്. പക്ഷേ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, അത് മാർക്ക് ചെയ്തിരിക്കുന്നതിൽ തെറ്റാണ്. ആൻസർ വരുന്നത് 2, 1, 3, 4 തന്നെയാണ്. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരുപാട് ഡിസ്കഷൻ്റെ ഒന്നും ഒരാവശ്യമില്ല, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ എ ഫിലിപ്പ് വിക്സ്റ്റീഡ്, റൊണാൾഡ് കോസ്, ജോസഫ് എ ഷുംബീറ്റർ, FY എഡ്ജ്വർത്ത്. ആൻഡ് ലിസ്റ്റ് 2-ൽ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, കോൺട്രാക്ട് കർവ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, കോൺട്രാക്ട്. നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ആൻസർ മാർക്ക് ചെയ്തിരിക്കുന്നത് A3, B4, C1, 2. അതായത് 3, 4, 1, 2 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അത് എഡ്ജ്വർത്തിൻ്റെ കർവ്, കോൺട്രാക്ട് കർവ് അല്ലേ. നമ്മൾ ഈ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ചിലപ്പം നമുക്ക് എന്നാ പറ്റും, നമുക്ക് തന്നെ സംശയമായി പോകും, ഇത് എന്നതാ ഈ ചെയ്തേക്കുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് സംശയം തോന്നിപ്പോവും. അപ്പോൾ നമുക്ക് ആൻസർ ഒന്നുകൂടെ നോക്കാം. 3, 4, 1, 2 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പം നമുക്ക് ചില ഓപ്ഷനകത്ത് ചില ആൻസേഴ്സ് മാത്രം അറിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പം നമ്മൾ തൽക്കാലം നമുക്ക് ഇതൊന്ന് നോക്കി വെക്കാം. ഫിലിപ്പ് വിക്സ്റ്റീഡിൻ്റെ കോൺസെപ്റ്റ് ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റൊണാൾഡ് കോസിൻ്റെ ആണ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഷുംബീറ്ററിൻ്റെ ആണ് ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷൻ. അതായത് ഈ ഷുംബീറ്ററിൻ്റെ മറ്റൊരു കോൺസെപ്റ്റാണ് ഇന്നോവേഷൻ തിയറി അല്ലേ, നമുക്കെല്ലാം ഫെമിലിയർ ആണ്. അതുപോലെ എഡ്ജ്വർത്തിൻ്റെതാണ് കോൺട്രാക്ട് കർവ്. ഓക്കെ, സോ അതൊരു മാച്ച് ഫോളോയിങ് ആണ്, വളരെ എളുപ്പത്തിലുള്ളതാണ്. നമ്മൾ ഓൾറെഡി എൻ്റെ ക്വസ്റ്റ്യനും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ഉള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ ഐസോകോണ്ട്, എ ലൈൻ കണക്റ്റിംഗ് all input combinations that a firm can purchase for the exact total cost. Isocost, a curve that shows all points on the isocone map where the MRTS is constant, often representing the firm's optimal expansion mark. Ridge line, a curve showing all combination of two input that produce the identical maximum quantity of output. അല്ലേ? Isocline, the boundary line on an isocone map where the marginal product of one of the input is 0, making the limit of the economic region of production. ഇതിനകത്ത് നമുക്ക് ഏറ്റവും എളുപ്പം ആദ്യം ചെയ്യാൻ പറ്റുന്ന ഐസോകോസ്റ്റും ഐസോകോണ്ടും ആണ് അല്ലേ. ഐസോകോസ്റ്റും പോയടാ, വീണ്ടും പോയോ നോക്കാം. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എളുപ്പം ഇത് എങ്ങനെ നമുക്ക് ചെയ്യുന്നത്, ഇവിടെ ക്വാണ്ടിറ്റി ആണ്. ഈ ക്വാണ്ടെന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ആണ്, കോസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് കോസ്റ്റ് ആണ്. അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, എ ലൈൻ കണക്റ്റിംഗ് ഓൾ കോമ്പിനേഷൻ
that a firm can purchase for the same total cost. ISO cost വരും. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ അത് ഒന്ന് നോക്കിയോട്ടെ. അപ്പം നമ്മൾ പറഞ്ഞു കോസ്റ്റ് വരുന്നത് ഐസോ കോസ്റ്റിൻ്റെ തന്നെയാണ്, ക്വാണ്ടിറ്റിയിലെ കാര്യമാണ് നമ്മൾ ഐസോ കോണ്ടിനകത്ത് വരുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻസിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എവിടെയായിരുന്നു മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അല്ലേ. അപ്പം അത് വരുന്നത് ഐസോ കോണ്ടിലുമാണ്. അപ്പം അതറിയുമ്പം തന്നെ നമുക്ക് ഓപ്ഷനകത്ത് അത്യാവശ്യം നമുക്ക് മാർക്ക് ചെയ്ത് വരാൻ പറ്റും ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ളത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് 3142 എന്നുള്ളതാണ് നമുക്കിവിടെ ഓപ്ഷനായിട്ട് വരുന്നത്. നമുക്ക് സമയപരിമിതിയുണ്ട്, അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത് കൂടിപ്പോൾ നിങ്ങളെ മടുപ്പിക്കും. സോ നമുക്ക് പെട്ടെന്ന് പോകാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 31, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ഡിഫൈൻഡ് ബൈ ഒക്കുൻസ് ലോ. ഒക്കുൻസ് ലോയിലെ ട്രൂ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആക്യുറേറ്റ്ലി റിലേഷൻഷിപ്പ് ബൈ ഒക്കുൻസ് ലോ. ഒക്കുൻസ് ലോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇറ്റ് ഡിസ്ക്രൈബ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ്. It expresses an empirically observed inverse relationship between unemployment gap and output gap. It suggests that a 1 percentage point decline in the unemployment rate corresponds to a more than 1 point increase in real GDP. ആക്ച്വലി ഈ ഒക്കിൻസ് ലോയിൽ ഏറ്റവും പ്രധാന കോൺസെപ്റ്റ് ഇതാ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ്. അതായത് ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 1% കുറഞ്ഞാൽ 2% GDP-യിൽ ചേഞ്ച് വരും എന്നുള്ളതാണ് ഒക്കുൻസ് ലോയിലെ പ്രധാനപ്പെട്ടുള്ള ഒരു പോയിന്റ്. ഇവിടെ മോർ ദാൻ 1% പോയിന്റ് എന്ന് പറയുമ്പോഴും 2% മോർ ദാൻ 1% അല്ലേ. അപ്പോൾ അത് നമുക്ക് ഒരു കറക്റ്റ് ആൻസർ ആണ്. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ ഡിസ്ക്രൈബ് ദ ഒക്കുൻസ് ലോ. പിന്നെ അടുത്ത ഓപ്ഷൻ, ഇറ്റ് ഈസ് തിയററ്റിക്കൽ ഐഡന്റിറ്റി ഡിറൈവ് ഡയറക്ട്ലി ഫ്രം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ GDP. ഈ 4 ഇവിടെ ഇല്ല കേട്ടോ, അതൊരു ടൈപ്പിംഗ് എറർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. 2 and 3 only. അല്ലേ, നമ്മൾ ഓൾറെഡി 3 പറഞ്ഞിരുന്നു. 3 ആണ് ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ്. 2 എന്ന് പറയുമ്പോൾ ഇറ്റ് എക്സ്പ്രസസ് ആൻ എംപിരിക്കലി ഒബ്സർവ്ഡ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ അൺഎംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ആൻഡ് ഔട്ട്പുട്ട് ഗ്യാപ്പ്. ഈ ഔട്ട്പുട്ട് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ GDP ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, GDP-യിലെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ട് ഗ്യാപ്പ് GDP എന്നല്ല പറഞ്ഞത്, GDP-യിലെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 2ഉം 3ഉം മാത്രമാണ്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 32, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് വിച്ച് റെപ്രസെന്റ് എ കോർ ബിലീഫ് ഓഫ് ദ കെയ്നീഷ്യൻ ഓർ ന്യൂ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്. അങ്ങനെ നമ്മൾ ക്ലാസിക്കലി എന്ന് തുടങ്ങി ഇപ്പോൾ കെയ്നീഷ്യനിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ക്ലാസിക്കലിൻ്റെയും കെയ്നീഷ്യൻ്റെയും സ്കൂൾ ഓഫ് തോട്ടിലെ പ്രധാനപ്പെട്ട കോർ ബിലീഫ് എന്താണെന്നാണ് ഈ ക്വസ്റ്റ്യൻ. ദ സെൻട്രൽ ബാങ്ക് ഷുഡ് ഫോളോ എ സ്ട്രിക്ട് റൂൾസ് ബേസ്ഡ് പോളിസി or maintaining a constant money supply growth rate to ensure long run price stability. Option 2, prices and wages are sticky in the short run, which prevents market from clearing quickly and justifies active stabilization policy. The velocity of money is unstable, volatile and pro-cyclical. നാലാമത്തെ ഓപ്ഷൻ ഞാൻ വിചാരിച്ചത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണെന്ന്. ഓക്കെ, സോ ദ 4th ഓപ്ഷൻ ഈസ് ദ എക്കോണമി ഈസ് സസെപ്റ്റബിൾ ടു എക്സ്റ്റെൻഡ് പീരീഡ്സ് ഓഫ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് റിക്വയറിംഗ് ഡിസ്ക്രിഷണറി ഗവൺമെന്റ് സ്പെൻഡിങ്. നമുക്ക് എൻ്റെ ആൻസർ എന്താണെന്ന് ഡയറക്റ്റ് അങ്ങ് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3 and 4 only. Explanation is Keynesian highlights sticky prices and wages, volatile money velocity and the persistence of unemployment. These justify active policy intervenes to stabilize demand and output. അതായത് ആക്റ്റീവായിട്ടുള്ള പോളിസി ഇൻ്റർവെൻഷൻസ് വേണം. എന്തിനാ? ഡിമാൻഡിനെയും ഔട്ട്പുട്ടിനെയും സ്റ്റെബിലൈസ് ചെയ്യാൻ എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 33 നമുക്ക് പോകാം. അസർഷൻ എന്ന് പറയുന്നത് നോ പൊളിറ്റിക്കൽ മാക്രോ ഇക്കണോമിക്സ് കൺക്ലൂഡ്സ് ദാറ്റ് ഡിസ്ക്രിഷണറി മോണിറ്ററി പോളിസി ഈസ് ദ ഒപ്റ്റിമൽ വേ ടു അച്ചീവ് ബോത്ത് ലോ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി. ഈ ലോ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പം അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ
കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല തൊഴിൽ കുറയ്ക്കുക എന്നല്ല, തൊഴിലില്ലായ്മ കുറയ്ക്കുക. നമ്മൾ ചിലപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ചില സമയത്ത് നമ്മൾ വായിക്കുമ്പോൾ തെറ്റിപ്പോകും അല്ലേ. അപ്പം ഒപ്റ്റിമൽ വേ ടു അച്ചീവ് ബോത്ത് ലോ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി. റീസൺ ആർ ഇൻസ്റ്റിറ്റ്യൂഷണൽ സൊല്യൂഷൻസ് സച്ച് ആസ് സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് ആർ നെസസറി ടു എലിമിനേറ്റ് ദി ഇൻഫ്ലേഷൻ ബയാസ് കോസ്ഡ് ബൈ ദ പൊളിറ്റിക്കൽ പ്രോബ്ലം ഓഫ് ടൈം ഇൻകൺസിസ്റ്റൻസി. അതാണ് ഇവിടെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡിസ്ക്രിഷണറി മോണിറ്ററി പോളിസിയോ ഒപ്റ്റിമൽ വേ ആണ് എന്നുള്ളത് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ ഒരു ഇഷ്യൂ വരുന്നത് എന്നാന്ന് വെച്ചാൽ ഓപ്ഷൻ എ ഈസ് ഫോൾസ് ആൻഡ് ബട്ട് ആർ ഈസ് ട്രൂ എന്നുള്ളത്. ഈ ഓപ്ഷൻ എ ഫോൾസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പൊളിറ്റീഷ്യൻസിന് ഈ ഡിസ്ക്രിഷണറി മോണിറ്ററി പോളിസി വഴി ചെയ്യാൻ പറ്റുന്ന കാര്യം, അങ്ങനെങ്കിൽ ഫ്രീ ആയിട്ടാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ എടുക്കുമ്പോൾ വാരിക്കൊരു എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ മണി അച്ചടിച്ചിറക്കുന്നു, അല്ലെങ്കിൽ ഇലക്ഷനാണ്, വോട്ടാണ്, അപ്പം ആളുകൾക്ക് ഫേവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നിർത്തുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് എക്കോണമിക്ക് എന്ത് പറ്റും? ദൂഷ്യമാണ് അല്ലേ, നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. അപ്പം ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, ബട്ട് റീസൺ ഈ ട്രൂ ആണ്. അപ്പം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ് ആർഗ്യൂസ് ദാറ്റ് institutional mechanisms like central bank independence are crucial to prevent political time inconsistency. Discretionary policy alone cannot guarantee low inflation. അതായത് ഇപ്പോൾ ഗവൺമെൻറ് മാത്രം അങ്ങ് തീരുമാനം എടുത്ത് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിഷണറി മോണിറ്ററി പോളിസി കൊണ്ട് മാത്രം നമുക്ക് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അത്ര സാധ്യമല്ല. അങ്ങനെ പെട്ടെന്ന് നമുക്കങ്ങ് വിടാൻ പറ്റില്ല. അതിന് എന്നാ വേണം? ഈ സെൻട്രൽ ബാങ്കിനും അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 34. അസേർഷൻ. ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി ആർ ദ ഷോർട്ട് റൺ, ജനറലി കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് ഇൻ ദ ഷോർട്ട് റൺ. ഇവിടെ എന്നാ ഇല്ല, ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ. സോ ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി ഫുൾ സ്റ്റോപ്പ് അല്ലടാ, ആർ ജനറലി, ഇതില്ല, ഈ പോർഷൻ അവിടെ ഇല്ല. ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി ആർ ജനറലി കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് in the short run എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അസേർഷൻ. റീസൺ ആർ റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെന്റ് വിയ ഡിമാൻഡ് സ്റ്റിമുലസ്. Reducing unemployment via demand stimulus causes a movement along the short run Phillips curve leading to a higher inflation. പിന്നെ ആൻസർ എന്താ നമുക്ക് നോക്കാം. Both A and R are true and R is the correct explanation of A. ഷോർട്ട് റണ്ണിൽ ഫുൾ എംപ്ലോയ്മെൻറ്റും പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നൊരു കോൺഫ്ലിക്റ്റിംഗ് ഗോൾ ആണെന്നും അൺഎംപ്ലോയ്മെൻറ്റ് ഡിമാൻഡ് സ്റ്റിമുലസ് വഴി കുറച്ചാൽ അത് ഷോർട്ട് റൺ ഫിലിപ്സ് കർവിൽ ഹയർ ഇൻഫ്ലേഷനിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിലേക്കായിരിക്കും അത് കാണിക്കുക എന്നുള്ളതുമാണ് നമ്മളവിടെ ആൻസറായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്നൊവേഷൻ തിയറി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ, ഷുംബീറ്ററിൻ്റെ കാര്യമല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. എങ്ങനെയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, ചിലപ്പം മെമ്മറി അല്ലേ വിട്ടുപോയേക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ഷുംബീറ്ററിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടി. ഇന്നൊവേഷൻ തിയറി ആരാ? ജോസഫ് ഷുംബീറ്ററിൻ്റെതാണ്. പിന്നെ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ഉണ്ട്, പ്യുവർ മോണിറ്ററി തിയറി ഉണ്ട്. ഇനി ഒരു ഓപ്ഷനും കൂടെ ഇതിനകത്ത് മിസ്സിങ് ആണ്, ഞാനതൊന്ന് ആഡ് ഓൺ ചെയ്യാം. ഒരു മിനിറ്റ്. ഇവിടെ ഒരു ഓപ്ഷൻ മിസ്സിംഗ് എന്ന് പറയുന്നത് ട്രേഡ് സൈക്കിൾ തിയറി ഡി, ഇവിടെ ഓപ്ഷൻ ഡി ട്രേഡ് സൈക്കിൾ തിയറിയും
ഇത്രയും ആണ് ഇവിടെ ഓപ്ഷൻസിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ എന്താ വരുന്നതെന്ന്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്നതാ ഷുംപീറ്ററിൻ്റെതാണ് ഏത് ഈ പോർഷൻസ് നമ്മൾ നിങ്ങൾക്ക് അറിയാം, ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങളുടെ കയ്യിലൊക്കെ കാണും, അല്ലെങ്കിൽ നമ്മൾ തരുന്ന നോട്ടിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും. നമുക്കിത് സ്ക്രീൻ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് പോകുന്നതാണ്, അതുകൊണ്ടാണ് നമ്മളത് മായ്ക്കുന്നത്. ഓക്കെ, അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞത് ഇന്നോവേഷൻ തിയറി ആരുടേതാ? ജോസഫ് ഷുംപീറ്ററിൻ്റെ ആണ്. പ്യുവർ മോണിറ്ററി തിയറി ആരുടേതാ? ആരുടെയാടാ? കെയ്ൻസിൻ്റെതാണ് അല്ലേ. അപ്പം ഓപ്ഷൻ A2 B4 ആണ്. അതറിയുമ്പം തന്നെ ഓപ്ഷൻ എയും ബിയും അറിയുമ്പം തന്നെ നമുക്ക് അവിടെ ഉത്തരവായി. അതിൽ കൂടുതൽ അതിന് ആവശ്യമേ വരുന്നില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ജോസഫ് ഷുംപീറ്റർ ആണ്. പ്യുവർ മോണിറ്ററി തിയറി എന്ന് പറയുന്നത് ജോൺ മൈനാർഡ് കേസ് ആണ്. റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ഓക്കെ. അപ്പോൾ ഇന്നോവേഷൻ തിയറി എന്ന് പറയുന്നത് ജോസഫ് ഷുംപീറ്ററിൻ്റെ ആണ്. റിയൽ ബിസിനസ് സൈക്കിൾ തിയറി റോബർട്ട് ലൂക്കസിൻ്റെതാണ്. പിന്നെ പ്യുവർ മോണിറ്ററി തിയറി ജോൺ മൈനാർഡ് കെയ്ൻസിൻ്റെയുമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ നമുക്കൊരു എറർ വന്നതുകൊണ്ടാണ് നമുക്കത് പ്രോപ്പറായിട്ട് പറഞ്ഞു പോകാൻ പറ്റാഞ്ഞത്. നിങ്ങളതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ദ സം ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ഡേറ്റ പോയിന്റ് ഇൻ എ സെറ്റ് ആൻഡ് ദ സെറ്റ്സ് അരിത്തമാറ്റിക് ആവറേജ് ഈസ്. ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് 1, സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഓപ്ഷൻ സി ഈസ് ലെസ് ദാൻ 0 ആൻഡ് ഓപ്ഷൻ ഡി ഈസ് 0. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിനകത്ത് ഓപ്ഷൻസ് പോലും വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്നതാ 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 36 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഒരു പുതിയ വീഡിയോയിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.